ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. എല്ലാവർക്കും സമാധാനമുള്ള ഒരു ദിവസം ആശംസിക്കുന്നു. മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രകാരം പറയുന്നുണ്ട്, അവൻ നമ്മുടെ സമാധാനമായിരിക്കും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, കർത്താവെ, അങ്ങൻ്റെ സമാധാനമായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ നഷ്ടങ്ങളെ ഓരോന്നിനെയും ചേർത്ത് വയ്ക്കാം. അന്ന് യാക്കോബിന്റെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ അനേകം ജനതകളുടെ ഇടയിൽ കർത്താവ് വർഷിക്കുന്ന തുഷാരം പോലെയും പുൽത്തലപ്പുകളിലെ മഴത്തുള്ളി പോലെയുമായിരിക്കും. അത് മനുഷ്യർക്ക് വേണ്ടി തങ്ങി നിൽക്കുകയോ മനുഷ്യർക്ക് വേണ്ടി കാത്തു നിൽക്കുകയോ ചെയ്യുന്നില്ല. ഈശോയെ, പലപ്പോഴും ഞങ്ങളുടെ മനസ്സുകൾ ഒരു ചെറിയ അജഗണം പോലെയാണ്. ചില നേരങ്ങളിൽ ഞങ്ങൾക്ക് തോന്നും ഞങ്ങൾക്കൊരു കഴിവുമില്ലെന്ന്. മറ്റു ചിലപ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത ഞങ്ങൾക്ക് സഹായത്തിന് ആരുമില്ലെന്നാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങ് പറഞ്ഞത്, ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം നൽകാനായിട്ട് കർത്താവ് പ്രസാദിച്ചിരിക്കുന്നു എന്ന്. മിക്ക പ്രവാചകന്റെ പുസ്തകത്തില് ഇപ്രകാരമാണ് പറയുന്നത്, യാക്കോബിന്റെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ ജനതകൾക്കിടയിൽ, അനേകം ജനതകൾക്കിടയിൽ, വന്യമൃഗങ്ങൾക്കിടയിൽ സിംഹത്തെ പോലെയും ആട്ടിൻപറ്റത്തിൽ യുവസിംഹത്തെ പോലെയുമായിരിക്കും. അത് ചവിട്ടിമെതിച്ചും ചീന്തിക്കീറിയും നടക്കും. പ്രതിയോഗികളുടെ മീതെ നിന്റെ കരം ഉയർന്നു നിൽക്കുമെന്ന്. വിശ്വനാഥ, ഞങ്ങൾ പോകുന്ന വഴികളും ചെയ്യുന്ന ജോലികളും ചെയ്യേണ്ട കർത്തവ്യങ്ങളും ഒക്കെ അവിടുത്തെ തിരുമുൻപിലുണ്ട്. അങ്ങ് ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങളെ പിന്നെ ആരാണ് സഹായിക്കുക? കാരുണ്യനാഥ, നിന്റെ തിരുമുറിവുള്ള ആ തിരുക്കരത്തിലേക്ക് ഞങ്ങളുടെ കരം ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. നല്ല നാഥ, കൂടെ ഉണ്ടാവേണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ താങ്ങും തണലുമായി അവിടുന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. ഞങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ, എന്നെ അയച്ചവൻ എന്നെ ഒറ്റയ്ക്ക് വിട്ടിരിക്കുകയല്ല, അവൻ എന്നോട് കൂടെയുണ്ട് എന്ന വചനം ഞങ്ങൾക്ക് ആശ്വാസം തരട്ടെ. നല്ല ഈശോയെ, അങ്ങയുടെ തിരുസന്നിധാനത്തിനരികെ ഈ ഒരു ദിവസത്തെ കഷ്ടപ്പാടുകളെല്ലാം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ അവിടുത്തെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഒരു നെടുവീർപ്പിൻ്റെ അർത്ഥം പോലും അങ്ങേക്ക് അറിയാമെന്ന് ഞങ്ങൾ അറിയുന്നു. നല്ല ഈശോയെ, ഞങ്ങളുടെ ഉദ്യമങ്ങളിൽ ഓരോന്നിലും അങ്ങയുടേതായ ഒരു കയ്യൊപ്പ് ചേർക്കണമേ. ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും അങ്ങയുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകട്ടെ. അതായിരിക്കട്ടെ ഞങ്ങളുടെ സുവിശേഷ പ്രഘോഷണം. നല്ല ഈശോയെ, അങ്ങയുടെ സന്നിധിയിൽ തലകുനിച്ച്, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ഹൃദയം ചേർത്ത് വെച്ച് ഇന്നത്തെ ഈ ഒരു ദിവസം സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ആർജവത്തോടും കൂടി ജീവിക്കുവാനുള്ള, സ്മാർട്ടായി ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങയുടെ ആണിപ്പഴുതുള്ള കരങ്ങൾ ഞങ്ങളുടെ ശിരസിലേക്ക് ഉയർന്നു വരുന്നത് ഞങ്ങൾ കാണുന്നു നാഥ. അങ്ങയുടെ തിരുമുൻപിലേക്ക് തലകുനിച്ചു നിൽക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കുന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല ഈശോയെ, ഈ ഒരു ദിവസം സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാനുള്ള കൃപാവരം അങ്ങ് നൽകിയതിനെ ഓർത്ത് അവിടുത്തെ സ്തുതിക്കുന്നു. ആമേൻ.